നീ ഒരു കാര്യം ചെയ്യ് പ്രേമ, നീ എങ്ങനെയെങ്കിലും സുലുവിനെ വാനി കയറ്റി ആ കല്യാണ മണ്ഡലത്തിൽ കൊണ്ട് ഇറക്ക്. എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചുകളി? പീതാംബര കുറുപ്പിന് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നങ്ങ് തുറന്ന് പറഞ്ഞാ പോരെ? എടാ, ഞാൻ കടക്കാരനാണ്, കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും. എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ, സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല. വെറുതെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ? ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണ്. ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാ പ്രേമ. ഈ കേസ് ഞാൻ ഏറ്റു. പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം, ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ. മണ്ണ് വാരി കളിക്കാതെ പിള്ളേരെ ചോറി പിടിക്കും. എണീച്ചു പോ. അയ്യോ, കുഞ്ഞിതുവരെ പോയില്ലയോ? ആള് വലിയ മറവിക്കാരനാ. ഇല്ല, എന്തായാലും വരാതിരിക്കില്ല. KFC KSCB ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്. മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്ക് മൂപ്പര് വഴി കാത്തുക്കും. വന്നാട്ടെ. മുഹൂർത്തം തെറ്റും. സ്ഥലമെത്തി. സേതുട്ടൻ അത് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ. ഏതായാലും വന്ന കാര്യം നടക്കട്ടെ. മുതലാളി എത്തിക്കോളും. അങ്ങനെ ഇപ്പൊ എത്തണ്ട, വണ്ടി തിരിച്ചു വിട്ടെ. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി വിടാനാ പറഞ്ഞത്. അല്ല, ഇത് ആരാ? സുലോചനെ, എന്താ ഇവിടെ ഇരിക്കണേ? വാ വാ വാ. എന്നെ മനസ്സിലായില്ലേ? ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത. ഓ, ഓർമ്മയുണ്ട്. വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു. ഒളിച്ചോടിയതും രഹസ്യ ചെയ്തതും എല്ലാം. വാ 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 വാ. ഹസ്ബൻഡിന്റെ പേരെന്താ? സേതുമാധവൻ. ഇതിലെ ഇതിലെ ചേച്ചി സുലോചനെ അറിയല്ലേ? മേലെ മഠത്തിലെ ശ്യാമയുടെ ഫ്രണ്ട്. ഒളിച്ചോടിയ ഇത് സുലോചനയുടെ ഭർത്താവ്. തട്ടിക്കൊണ്ടുപോയ വീരൻ. ശ്യാമയകത്തുണ്ട്. വേണ്ട, നിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും. ഇങ്ങനെ വല്ലതും പോരായിരുന്നു നിനക്ക്? ഈ പാട് വല്ലതും ഉണ്ടായിരുന്നോ? എവിടെ ആളെവിടെ? സുഖമില്ലാതെ കിടപ്പിലായിപ്പോയി. അതെ, ഭയങ്കര വയറിളക്കം. ആര് പറഞ്ഞു? വെറും വേദനയുള്ളൂ. ഇതാരാ? ഇത് ഞാൻ ഭർത്താവ് അല്ല, ഭർത്താവിന്റെ ഫ്രണ്ട്. പുറത്തു വന്നോളൂ, ഞാൻ വന്നേക്കാം. അത് കറക്റ്റ്. നീ എന്നോട് ക്ഷമിക്കണം ശ്യാമേ, എനിക്ക് ഉടനെ പോണം. സേതുവേട്ടന് ഭക്ഷണവും മരുന്നൊന്നും എടുത്തു കൊടുക്കാൻ ആരുമില്ല അവിടെ. നീ എന്തായി പറയുന്നത്? എന്റെ കല്യാണത്തിന് വന്നിട്ട് ശ്യാമേ, പ്ലീസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഈ ഒരു അവസ്ഥ ഞാനെന്ത് പറയാനാ? നിന്റെ ഇഷ്ടം. പോട്ടെ. എടാ, നിന്നെയൊക്കെ ജോലിക്ക് വെച്ച് എന്നെ വേണം തല്ലാൻ. എടാ, ഇമ്പീരിയൽ ഹോട്ടലിന് മുമ്പിൽ 2 മണിക്കൂറോളം ഞാൻ കാത്തുനിന്ന് കാലിനടി വേര് കളിച്ചു. കല്യാണത്തിന് ഒറ്റയ്ക്ക് വേണ്ടി വന്നല്ലേ സുലു? ഈ വിട്ടി കൂഷ്മാണ്ട കാരണം അത്. ഇമ്പീരിയൽ ഹോട്ടലിന്റെ മുമ്പിലല്ല, മലബാർ പാലസിന്റെ മുമ്പിലല്ലേ എന്നോട് നിൽക്കാമെന്ന് പറഞ്ഞു. ഒറ്റ അടി വെച്ച് തന്നോണ്ടല്ലോ റാസ്കൽ. ആരാന്ന് പറ, ചേരാന്ന് കേൾക്കുന്ന ദ്രോഹി. സദ്യയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സുലു? പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാം ഭംഗിയായി. പക്ഷെ ഞാൻ കല്യാണം എങ്ങനെയായിരുന്നു കുഞ്ഞെ? ആളൊക്കെ ഉണ്ടായിരുന്നോ? ആശയവിനിമയത്തിൽ വന്നുപെട്ട ഒരു തകരാറാണ്. എന്നെ സേതുവേട്ടന്റെ ഭാര്യയായി മറ്റുള്ളവർ മുമ്പിൽ കാണിക്കാൻ കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടാവൂല്ലേ?
എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് നീ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോ, ഞാൻ കേൾക്കാം. കാര്യത്തിന്റെ ഗൗരവം എനിക്ക് അറിയാൻ പാടില്ല സുലു. വിവാഹത്തിന് ശേഷം ഒരു ചടങ്ങിന് ഭർത്താവില്ലാതെ പോകേണ്ടി വരുന്നത് ഏത് പെണ്ണിനും വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, എല്ലാരും പരിചയപ്പെടും ചെയ്തു. തൽക്കാലത്തേക്ക് നിങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്തു തന്ന ഭർത്താവ് നിങ്ങളുടെ പണിക്കാരൻ സുലു. എന്റെ ഭർത്താവ് എന്നും പറഞ്ഞ് ഓരോരുത്തർ ആ കരിമന്തിയോട് കിന്നാരം ചോദിക്കുന്ന കേട്ടപ്പോ എന്റെ തൊലി പൊളിഞ്ഞു പോയി. മതിയായി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ സേതുവേട്ടനോട് ഞാൻ ഒരിക്കലും കെഞ്ചില്ലായിരുന്നു. നമുക്ക് അവരുടെ വീട്ടിൽ പോവാം. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് വിളിച്ചൊരു പാർട്ടി കൊടുക്കാം. ഒന്നും വേണ്ട, ഞാനല്ലേ നാണം കെട്ടത്. ഒക്കെ എന്റെ വിധിയാണെന്ന് കരുതിക്കോളാം. സുലു, ഞാൻ പറയും. എന്താ കുഞ്ഞ് നിങ്ങൾ തമ്മിൽ പ്രശ്നം? ഒന്നുമില്ല. മണ്ണൂർക്കരയുള്ള ഒരു ഉമ്മച്ചിക്കുട്ടി 18ാമത്തെ വയസ്സ് കല്യാണമായതാ. കെട്ട് കഴിഞ്ഞ് 7ാം പക്കം പുതിയാപ്പിള ദുബായിക്ക് പ്ലെയിൻ കയറി. ആദ്യം 1-2 കത്തുകളൊക്കെ വന്നു, പിന്നെ ഒരു വിവരവും ഇല്ല. മാസം 1 ആയി, 2 ആയി, 6 ആയി, 10 ആയി. പുതിയാപ്പിളയുടെ പൊടിയില്ല. ഒടുക്ക ആരോ പറഞ്ഞ് ഈ അമ്മയുടെ അടുത്തെത്തി. അമ്മ എന്ത് ചെയ്തു? 2 പൊതി ഭസ്മം കൊടുത്തു. ഒന്ന് കറുപ്പ്, ഒന്ന് ചുമപ്പ്. എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു 7 കിണറ്റിൽ നിന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മം 2ഉം 2ആയി കലക്കാൻ. എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും കറുത്ത വെള്ളം ഇടതുഭാഗത്തെ പകുതിയിലും തളിക്കാൻ. എന്റെ കുഞ്ഞേ, പറഞ്ഞാ വിശ്വസിക്കത്തില്ല. 3ാം പക്കം പുതിയ അപ്പള ബാഗും തൂക്കി പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാ കാര്യം അമ്മയോട് തുറന്നു പറയുക. അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിക്കുക. അറിയുന്നു, എല്ലാം അറിയുന്നു. ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളെ, ആ മനുഷ്യനെ മാത്രം. ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട്, എന്റെ സ്വന്തക്കാർ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം ഒരു തരിമ്പ് സ്നേഹം പോലും എനിക്ക് തന്നില്ല. മതിയായി, ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. അവൻ നീചശക്തിയുടെ സ്വാധീനത്തിൽപ്പെട്ടു പോയതാണ്. അവനെ തിരിച്ചെടുക്കാം. അമ്മ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ. അമ്മ ഒരു തകിടെഴുതി പൂജിച്ചു തരാം. അത് ഭദ്രമായി ഒരു കുടത്തിൽ നിക്ഷേപിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചിടണം. മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം. 101 വട്ടം അവൻ അത് മറികടക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. അമ്മയെ വിശ്വസിക്കൂ, വിശ്വാസമാണ് രക്ഷ. നിർത്ത്. പീതാംബരൻ ചേട്ടനെ ഓർമ്മയുണ്ടോ മോനെ? ചേട്ടനിപ്പോ എന്താ ഈ വഴിക്ക് ഇവിടെ ഈ സമയത്ത്? പകല് നീ മുങ്ങിയിട്ട് രാത്രിയിലെ നീ പൊങ്ങൂന്ന് ഞാൻ അറിഞ്ഞു. പൊങ്ങുമ്പോ പിടിക്കാന്ന് കരുതി. ഇപ്പൊ പൊങ്ങി ഞാൻ പിടിച്ചു. മര്യാദയ്ക്ക് എന്റെ കാശിതാ. അയ്യോ ചേട്ടാ, കയ്യിലില്ലാഞ്ഞിട്ടല്ലേ? കയ്യിലില്ല, പോക്കറ്റിലുണ്ട്. സ്വർണ്ണക്കടയിൽ നീ കാശുമായി ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട്. ഞാനോ? അല്ല, നിന്റെ അച്ഛൻ. അത് ഞാനൊരു അത്യാവശ്യത്തിനായിട്ട്. എടാ, അത്യാവശ്യം എനിക്കുണ്ട്. പാപ്പി മര്യാദയ്ക്ക് തരില്ല, പിടിച്ചു വാങ്ങിക്കാം. ഞാൻ പറയാം.
എന്താ ആശ ആശയ്ക്ക് എന്ത് പറ്റി? പറ്റിയത് അവൾക്കല്ല, നമുക്കാ. കുഞ്ഞു പെങ്ങള് പൊന്നാങ്ങളുടെ പണിക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ആശ? അതേടാ, മോന്തായം വളഞ്ഞാൽ 64 വളഞ്ഞൊന്ന. നീയല്ലേ അവൾക്ക് മാതൃക കാട്ടി കൊടുത്തത്? ഓരോന്ന് ചെയ്യുമ്പോഴോർക്കണം, ഇനിയുള്ള കാലം എനിക്കോ നിനക്കോ ഈ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ഇല്ല. നീയാണ് അതിന്റെ കാരണം. നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരാൻ നീ അവനെ കൂട്ടുപിടിച്ചു. ഈ വീട്ടിൽ അവൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം നീ കൊടുത്തു. കല്യാണ പ്രായമെത്തിയ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യം നീ ഓർത്തില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ ശരിയല്ലെന്ന്. അപ്പൊ നീ പറഞ്ഞു ഞങ്ങളെക്കാൾ ഭേദം അവനാണെന്ന്. ഇപ്പൊ എന്തായിടാ, ഒരു ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ചേട്ടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ അവൻ. എടാ, സോഷ്യലിസം എന്നും പറഞ്ഞു ബാലിക്കാരനെ സ്വന്തം കിടപ്പറ വരെ കയറ്റി നിരങ്ങാൻ അനുവദിക്കുന്ന എല്ലാവന്റെയും ഗതിയിതാ. തേണുകേ, അവൾ എഴുതി വെച്ച കത്തെടുത്ത് അളിയന് കൊടുക്ക, വായിച്ച് രസിക്കട്ടെ. നല്ല ഫാമിലി. അച്ഛാ, എല്ലാരും പറയുന്നത് നേരല്ലേ? ഞാൻ കാരണോ? അല്ല, ഇന്നതൊക്കെ അനുഭവിച്ച് ഞാൻ മരിക്കാൻ പാടുള്ളൂ എന്നുണ്ടാവും. എവിടെ പോയാലും എന്റെ മകൾ സുഖമായിട്ട് ജീവിച്ചാ മതിയായിരുന്നു. മോനിങ്ങി വാ. അച്ഛൻ്റെ അടുത്തിരിക്കെ. എടാ, നീ വിഷമിക്കരുത്. എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി നീ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവന്റെ ചേട്ടനൊരു നാറിയും, പക്ഷേ ഇവൻ പാവം. ബുദ്ധി ഉദിച്ചത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം. പുണ്യം കിട്ടാനും നല്ലല്ലോ നമ്മൾ ജോലി ചെയ്യുന്നേ. നല്ലൊരു ഏരിയയിൽ ട്രാൻസ്ഫർ കിട്ടാൻ ഇപ്പൊ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന കാശ് എത്രയാ? അത് നമ്മളെങ്ങനെ മുതലാക്കും? ഞങ്ങൾ ഒരു ദിവസം വന്ന് മലിനീകരണം പൂച്ചപ്പെരാന്നൊക്കെ പറഞ്ഞൊരു വിരട്ടിയതാ. ഇവനാള് സ്വപ്പ കള്ളനാ. പണമില്ല, നാടാകെ കടമാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യത്തിൽ അഭിനയിച്ചു. ചെയ്യേണ്ടത് ചെയ്താലേ ഇവനൊക്കെ തോന്നേണ്ടത് ഇപ്പൊ കാശ് എവിടുന്ന് വന്നു? ഇതിനിടയ്ക്ക് താനവിടെ പോയിരുന്നു. ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിലും ചുറ്റിനുമൊക്കെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. അപ്പുറത്ത് പുഴയാണ്, അടുത്തെങ്ങും വീടുകളുമില്ല. നീയൊക്കെ ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. എന്റെ മുമ്പ് 2 വഴികളേ ഉള്ളൂ. ഒന്ന്, എന്റെ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കെട്ടിടവും ഇവിടെ കത്തിച്ചാമ്പലാവും. തമിഴ്നാട്ടിൽ തകരമടിച്ച തല്ലിപ്പൊളി ഷെഡുകളിൽ ആയിരക്കണക്കിന് ചെറുകിട ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എത്രയോ വീടുകളുടെ ടെറസിൽ പോലും ഉണ്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ. ഈ നാട്ടിൽ മാത്രം നിങ്ങളെപ്പോലുള്ള ദ്രോഹികൾ കാരണം ആർക്കും ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നില്ല.
നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്. തൊഴിലാളികൾ, അസംസ്കൃത വസ്തുക്കൾ, പണം മുടക്കാൻ ആൾക്കാർ. എന്നിട്ടും നമ്മുടെ നാട് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ട്? നിങ്ങൾ കാരണം, നിങ്ങളുടെ നിഷേധാത്മക സമീപനം കാരണം. ദ്രോഹികൾ, റാസ്കൽസ്, 100 പ്രശ്നങ്ങൾ പറഞ്ഞ് എന്റെ ഈ ഫാക്ടറി തുടങ്ങുന്നത് തടസ്സപ്പെടുത്തിയിരുന്ന നിങ്ങൾ 25,000 50,000 ഒക്കെ ഞാൻ കൈക്കൂലി തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ പുറകെ പട്ടികളെ പോലെ വാലാട്ടി വന്നു അല്ലേ? 5 രൂപയില്ല എന്റെ കയ്യിൽ. മനസ്സിലായോ? ഒപ്പിടാ, ഒപ്പിടാൻ. ഒപ്പിടുന്നോ അതോ ഇവിടെ കിടന്ന് കത്തിച്ചാമ്പലാവണോ?